ഒരു 100 ഷോൾഡർ പ്രസ് അടിച്ചിട്ടും നിങ്ങളുടെ ഷോൾഡേഴ്സ് വളരുന്നില്ലേ? എങ്കിൽ വാ, ഇന്ന് നമുക്ക് പ്രോപ്പറായിട്ട് ഷോൾഡർ എങ്ങനെ ട്രെയിൻ ചെയ്യാമെന്ന് പഠിക്കാം. ഷോൾഡറിന് മെയിൻലി 3 മസിൽ ഗ്രൂപ്പാണുള്ളത്: ഫ്രണ്ട് ഡെൽറ്റ്സ്, സൈഡ് ഡെൽറ്റ്സ് ആൻഡ് റിയൽ ഡെൽറ്റ്സ്. ഈ 3 ഹെഡ്സിനെ നമ്മൾ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യില്ലെങ്കിൽ നമ്മുടെ ഷോൾഡേഴ്സ് വളരത്തില്ല. സോ ഫസ്റ്റ് ഫ്രണ്ട് ഡെൽറ്റിനായി നമുക്ക് ഫ്രണ്ട് ഡംബിൾ റൈസസ് ചെയ്യാം. ഇതേ സാധനം തന്നെ നമുക്ക് കേബിൾ മെഷീനിലും ചെയ്യാൻ പറ്റും. അതിന് ജസ്റ്റ് ഒരു റോപ്പ് അറ്റാച്ച് ചെയ്തിട്ട് മെഷീനിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുക, എൽബോസ് സ്ലൈറ്റ്ലി ബെൻഡ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് കൈ റേസ് ചെയ്താൽ മതി. ഇത് ഞാൻ യൂഷ്വലി ചെയ്യാറ് 20 റെപ്പ് റേഞ്ചിൽ ലാസ്റ്റ് റെപ്പ് ഒരു 10 സെക്കൻഡ് ഹോൾഡ് വെച്ചിട്ടാണ്. ഓരോ സെറ്റും വെയിറ്റ് കൂട്ടിയിട്ട് ഒരു 3 സെറ്റ് വരെ അടിക്കാനാണ് നോക്കാറ്. അടുത്ത നമുക്ക് സൈഡ് ഡെൽസിന് വേണ്ടി ഡംബിൾ ലാറ്ററൽ റൈസസ് ആണ് ചെയ്യാനുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ റിസ്റ്റ് ഒരിക്കലും നമ്മുടെ എൽബോയിൻ്റെ മുകളിലോട്ട് പോകാൻ പാടില്ല. ടോപ്പ് പോർഷനിലുള്ള മൂവ്മെൻറ്റും ബോട്ടം പോർഷനിലോട്ടുള്ള മൂവ്മെൻറ്റും രണ്ടും കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകാൻ. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ആം ഒരിക്കലും സ്ട്രെയിറ്റ് അല്ല, ഒരു ബെൻഡ് ഉണ്ടാവും. അറൗണ്ട് ഒരു 30 ഡിഗ്രി ബെൻഡ് ആയിരിക്കും നമുക്ക്. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു അൺനെസറി ആയിട്ടുള്ള സ്ട്രെയിൻ ആണ് നമ്മുടെ ബൈസെപ്പ് ടെൻഡനിന് കൊടുക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേരിയേഷൻ എന്ന് പറയുന്നത് കേബിളിൻ്റെ സിംഗിൾ ആം ലാറ്ററൽ റൈസസ് ആണ്. ഈ ഒരു വേരിയേഷനിൽ നമുക്ക് ഓൾമോസ്റ്റ് ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ നല്ല ടെൻഷൻ കീപ്പ് ചെയ്യാൻ പറ്റും. ചെറുതായിട്ട് ബോഡി ഒന്ന് സൈഡിലോട്ട് ലീൻ ചെയ്തിട്ട് ചെയ്താൽ കുറച്ചുകൂടി ഒരു എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇത് ഞാനൊരു 15 റെപ്പിന് 3 സെറ്റാണ് അടിക്കാറ്. ഇനി റിയർ ഡെൽസ് ആണ്. അതിനുവേണ്ടി നമ്മളൊരു ഇൻക്ലൈൻ ബെഞ്ചിലോട്ട് ചെസ്റ്റ് സപ്പോർട്ടഡ് റിയർ ഡെൽ ഫ്ലൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ എൽബോസ് രണ്ടും നമ്മൾ പുറത്തേക്കാണ് പുള്ള് ചെയ്യുന്നത്, ബോഡിക്ക് അടുപ്പിച്ചല്ല, പുറത്തേക്കാണ്. റിയർ ഡെൽസിന് ശരിക്ക് കിട്ടാൻ വേണ്ടി ഒരു മിനിമം 20 റെപ്പാണ് ഞാൻ അടിക്കാറ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 10 പാർഷ്യൽസും ചെയ്യാറുണ്ട്. പാർഷ്യൽസ് കഴിഞ്ഞോടെ തന്നെ ഞാൻ ഒരു 3 റെപ്പ് 5 സെക്കൻഡ് ഹോൾഡ് ടോപ്പ് പൊസിഷനിൽ ചെയ്യാറുണ്ട്. അടുത്ത് ഇനി നമ്മൾ അപ്പർ ട്രാപ്സിന് വേണ്ടി ഷഗ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. യൂഷ്വലി എല്ലാവരും ഇത് ഡംബൽസിലാണ് ചെയ്യാറ്. അത് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല, ജസ്റ്റ് ഒരു കർഷം മാത്രം പറഞ്ഞുതരാം. ഷഗ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ജസ്റ്റ് ബോഡി കുറച്ചൊന്ന് ഫോർവേഡ് ലീൻ ചെയ്തിട്ട് നീസ് ചെറിയൊരു സ്ലൈറ്റ് ബെൻഡും കൂടെ കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് അപ്പർ ട്രാപ്സിലോട്ട് തന്നെ കിട്ടും. നേരെ സ്ട്രേറ്റ് നിന്ന് ചെയ്യുന്നതിനെക്കാട്ടി ഈ ഒരു വേരിയേഷൻ മച്ച് മോർ എഫക്റ്റീവ് ആണ്. ഇനി എൻ്റെ ഫേവറേറ്റ് വേരിയേഷൻ കാണിച്ചു തരാം. അതിനൊരു സെഡ് ബാറിലേക്ക് നമ്മൾ വെയിറ്റ് ലോഡ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഫോർവേഡ് കുറച്ചൊന്ന് ബെൻഡ് ചെയ്തിട്ട് നീസും ബെൻഡ് ചെയ്തിട്ട് ഷഗ് ചെയ്യുകയാണ്. ഈ ഒരു വേരിയേഷനിൽ എനിക്ക് കുറച്ചും കൂടെ ട്രാപ്സിൻ്റെ ആക്ടിവേഷൻ നല്ലപോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇത് ഞാൻ ഒരു 20 റെപ്പ് അടിച്ചിട്ട് ലാസ്റ്റ് റെപ്പ് ഒരു 10 സെക്കൻഡ് ഹോൾഡാണ് ചെയ്യാറ്. ഇൻക്രീസിങ് വെയിറ്റ് ഇട്ട് 3 സെറ്റ് തന്നെയാണ് നമ്മൾ കളിക്കാറുള്ളത്. ഈ പറഞ്ഞ ഷോൾഡർ റുട്ടീൻ നിങ്ങൾ ഒരു മാസത്തേക്ക് കൺസിസ്റ്റൻ്റ് ആയി ട്രൈ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഷോൾഡേഴ്സിന് ഗ്രോത്ത് ഉണ്ടാവും. ഈ റുട്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ള എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്തേക്കും. പിന്നെ ഇങ്ങനത്തെ ഫിറ്റ്നസ് ടിപ്സിനും ഗൈഡൻസിനും എല്ലാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കും.